ഈ പകലായിരിക്കാം ഇന്ന് പകലിലും ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ ദൈവവചനവും ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി നിൽപ്പാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഒരിക്കൽ കൂടെ നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹാളിനകത്തായിരിക്കുന്നവർ, വിവിധ പട്ടണങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളെ ശ്രവിക്കുന്നവർ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളെ വന്ദന ചെയ്യുകയാണ്. ഈ പകൽ ദൈവം നമ്മോട് സംസാരിക്കും. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കും. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം സംസാരിച്ചാൽ നമ്മുടെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങൾ മാറും. ആമേൻ. ഞാൻ കൊതിക്കുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നൊരു പകലാണ് ഈ പകൽ. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം ചിന്തിച്ചു, ദൈവത്തിന് നമ്മുടെ ഭാവി അറിയാം. ആമേൻ. അതിനകത്തൊരാഴമേറിയ ചിന്ത ഞാൻ കൊണ്ടു നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്കായിരിക്കാം. ആമേ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ഞാൻ പറയാം. ആമേ. നമ്മുടെ ഭാവിയുമായുള്ള ബന്ധത്തിലാണ് നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികൾ. ആമേ. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദാവീദ് അനുഭവിച്ച പ്രതികൂലങ്ങളെല്ലാം അവൻ്റെ ഭാവിയുമായുള്ള ബന്ധത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവനെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച ദൈവ പദ്ധതിയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ളതാണ് അവൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന പ്രതികൂലങ്ങളെങ്കിൽ, ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആമേൻ, നമ്മെ ദൈവിക പദ്ധതിക്കകത്ത് നാം നടന്നു പോകുമ്പോൾ നമ്മെ പുറകോട്ട് വലിക്കുന്ന ചില പൈശാചിക പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വെല്ലുവിളിയായി ഉയരുന്ന ചില യുദ്ധങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുറിവാക്യമായി നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം ആമേൻ അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 40 ഇങ്ങനെ പറയുന്നു: യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഈ സന്ദർഭം എന്ന് പറയുന്നത് അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം ആബീബ് മാസം 14-ാം തീയതി ആമേ ചോരത്തളി ആചരിച്ച് ആമേ കുഞ്ഞാടറുക്കപ്പെട്ട് കട്ടളമേലും കുറുമടിമേലും രക്തം പുരട്ടി സംഹാരകനായി സാക്ഷാൽ ഉടയ തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ ആമേ കൊട്ടാരം തുടങ്ങി അടിമ വീട് വരെ ആമേൻ മിസ്രയീമിന്റെ മണ്ണിൽ കരച്ചിലും നിലവിളിയും ഉയർന്നപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണമേ, വചനം പറയുന്നു, കട്ടളമേലും കുറുമടിമേലും രക്തം പിരട്ടിയ വീട്ടിൽ മാത്രം സംഹാരകൻ പ്രവേശിച്ചിട്ടില്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, 2024 അവസാന ദിവസങ്ങളിൽ, ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെറും 51 ദിനരാത്രങ്ങൾ മാത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, കഴിഞ്ഞ 24 ആരംഭം കണ്ട പലരും ഇന്ന് പകൽ അവസാനം കാണാതെ പലരെയും സംഹാരകൻ പിടിച്ചു, പലരെയും മരണമെന്ന 3 അക്ഷരം പിടിച്ചു, പലരുടെ ജീവിതത്തിനകത്ത് വസനകരമായ പലതും വന്നു. ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടപ്പോ അതിന്റെ മടിവിലും ജയാളിയായി നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണെങ്കിൽ, ഇന്ന് പകൽ ധൈര്യത്തോടെ നിങ്ങൾ പറയണ, എന്റെ കൂടാരത്തിന്റെ മേൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്രയുണ്ടായിരുന്നു. സംഹാരം വരാഞ്ഞിട്ടല്ല, രോഗം വരാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരാഞ്ഞിട്ടല്ല, നിന്നത്ര വരാത്തവർ ഈ ലോകത്തില്ല പ്രിയരെ. എങ്കിലും ജയാളിയെ പോലെ നിർത്തിയവ ആ ദൈവത്തിന്റെ കൃപയെങ്കിൽ ഇന്ന് പകൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. എന്റെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. എന്റെ ദൈവം നിർത്തിയത് കൊണ്ട് സംഹാരകൻ നിന്നെ തൊടാത്തത്. ആമേൻ. നിന്നെ തൊടാൻ ലക്ഷ്യമിട്ട് വന്നിട്ട് എവിടെയൊക്കെ തടഞ്ഞു മാറിയതിന് കാരണം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ച ദൈവിക സംരക്ഷണത്തിനകത്ത് ഒരു കുറുപ്രാവ് പാറയുടെ പിളർപ്പിനകത്ത് മറഞ്ഞിരിക്കും അതുപോലെ ദൈവത്തിന്റെ ആമേൻ മാറിടത്തിൽ ചേർന്ന് മറച്ചിരുത്തി നിന്നെ സംരക്ഷിച്ച ദൈവത്തെ ഇന്ന് പകൽ എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ കാലം ധൈര്യത്തോടെ പറ, ഞാൻ കടിച്ച മരുന്നല്ല എന്നെ നിലനിർത്തിയത്, എൻ്റെ വീട്ടിന്റെ ധനമല്ല എന്നെ നിർത്തിയത്, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ സൗന്ദര്യമല്ല എന്നെ നിലനിർത്തിയത്, എന്നെ നിലനിർത്തിയത് എൻ്റെ ദൈവ
ദൈവത്തിന്റെ കരമാണെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ ഒരു മരണത്തിനും എന്നെ ഒതുക്കാൻ കഴിയില്ല. മരണനിഴലിന്റെ താഴ്വരയിൽ ഞാൻ കടന്നുപോയാൽ അതിലൂടെയും എന്നെ നടത്തുന്ന ഒരു സർവശക്തൻ എന്റെ കൂടെയുണ്ട്. പ്രിയരെ, പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, പലരും ദൈവസന്നിധിയിൽ പ്രാർത്ഥന അപേക്ഷിച്ച് വിളിക്കുമ്പോൾ അവരുടെയൊക്കെ അനുഭവം കേട്ടാൽ ഞാനൊക്കെ ചിന്തിക്കും, നമുക്കൊന്നും ഒരു വിഷയവും, ഇതിനകത്തിരിക്കുന്ന നമുക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ സഭയുണ്ട്, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവദാസന്മാരുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിക്കാനില്ലാതെ ആയിരങ്ങൾ നിലവിളിക്കുമ്പോൾ, ആയിരങ്ങൾ കണ്ണുനീരോടെ ജീവിതം എന്തെന്നറിയാൻ കഴിയാതെ, മാളയമ്പം അറിയാൻ കഴിയാതെ ആകുലതയോടെ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ പറയാൻ കഴിയുമോ, ഇതുവരെ നിർത്തിയത് കർത്താവാണ്, ഇതുവരെ കൊണ്ടുവന്നത് കർത്താവാണ്. അവൻ സംരക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ 2024 ഈ നവംബർ മാസം എത്തത്തില്ലായിരുന്നു. അവൻ നിന്റെ വാഹനത്തെ നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ കാണത്തില്ലായിരുന്നു. നിന്റെ കൂടാരത്തിനകത്ത് ലക്ഷ്യമിട്ട് വന്ന രോഗത്തെ അവൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് പകൽ നീ ജീവനോടെ കാണത്തില്ലായിരുന്നു. നിന്റെ മേലെ ലക്ഷ്യമിട്ട് വന്ന കടവാറ് എന്റെ ദൈവം വഴിയൊരുക്കി മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ നീ ജീവനോടെ കാണത്തില്ലായിരുന്നു. കൂടപ്പറപ്പ് ഇന്ന് പകൽ തന്റെ ഇടത്തോടെ പറ, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഞാനും ഈ പകൽ ജീവിക്കുന്നത്. ഇന്ന് പകൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് ഈ പകൽ ഞാനും ജീവിക്കുന്നത്. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. എത്രയോ മന്ത്രവാദികൾ നിന്റെ കൂടാരത്തിന് നേരെ എഴുതുവിട്ടു, എത്രയോ ആഭിചാരങ്ങൾ നിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി വിട്ടു. ഇന്ന് പകൽ ഞാൻ ദൈവകൃപയിലാണെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് പറയാ, നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, നിന്റെ കൂടാരത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, നിന്റെ ശരീരത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല, നിന്റെ ഭാവിക്കകത്ത് ഒന്നും സംഭവിക്കത്തില്ല, നിന്റെ ഉപജീവനത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല, നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കട്ടളമേലും കുറുമടിമേലും കുഞ്ഞാടിന്റെ രക്തം കണ്ടപ്പോ സംഹാരകൻ വഴിമാറി, സംഹാരകൻ വഴിമാറി. ഇന്ന് പകൽ നിൽക്കുന്നത് ക്രെഡിറ്റ് കൊണ്ടല്ല, നിൽക്കുന്നത് കൃപയാലാണ്, നിൽക്കുന്നത് കൃപയാലാണ്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കൃപയാൽ, എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ കൃപയാൽ, എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കൃപയാൽ, എന്തെങ്കിലും നേടിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃപയാൽ. ഇന്ന് പകൽ കൃപയാൽ അല്ലാതെ ഒന്നുമില്ല പ്രിയരെ. ഇന്ന് പകൽ നാം ആയതുമാകുന്നതും ദൈവകൃപയെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അടിമ വീട്ടിന്ന് ഗുഡ് ബൈ പറഞ്ഞ് അവർ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അവർ ചിന്തിച്ചില്ല അവിടെ മുൻപിൽ പ്രതിസന്ധിയുടെ ചെങ്കടൽ വെളിപ്പെടുമെന്ന്. ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ 30 ലക്ഷം ജനം, ശ്രദ്ധിക്കണേ, കണ്ണുനീരോടെ മോശയുടെ മുൻപിൽ കരയുക. മോശേ, നീ എന്തിനാ മരിക്കാനാണോ കൊണ്ടുവന്നേ? മരിക്കാനാണോ കൊണ്ടുവന്നേ? ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മുൻപിൽ ചെങ്കടൽ, പിൻപിൽ സൈന്യം, 2 ഭാഗത്തും മലകൾ. ഞങ്ങൾ എവിടെ പോയി അഭയം തേടും? ശ്രദ്ധിച്ച് കേൾക്കണേ. ചില സാഹചര്യങ്ങളിലെല്ലാം ചില യുദ്ധങ്ങൾ നേരിടുമ്പോൾ, ചില പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മുടെ കൂടെ നിന്നവർ നമുക്കെതിരെ കുത്തുവാക്ക് പറയുമ്പോൾ ചേർത്ത് നിർത്തിയവർ, അടിമ വീട്ടിൽ 1 2 400 വർഷം കടന്നവരാണ്. നല്ല ആഹാരം കഴിക്കാത്തവർ, നല്ല വസ്ത്രം ധരിക്കാത്തവർ, അടിമ വീട് അടിമത്വം പൊട്ടിക്കാൻ ആയിരങ്ങൾ നോക്കിയിട്ട് നടക്കാത്തത് ഒറ്റ മനുഷ്യനിലൂടെ ദൈവം ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇന്നലെ വരെ നടത്തിയവൻ, ഇന്നലെ വരെ കൊണ്ടുവന്നവർ അവർക്കൊന്നുമല്ലാതായി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
ഇന്നലെ വരെ വിളിച്ചു കൊണ്ടുവന്നവർ ദൈവത്തിന്റെ ദൂത് അതുപോലെ കൈമാറിയ അവരുടെ മുൻപിൽ ദൈവദാസനാക്കി ദൈവം അപ്പോയിന്റ് ചെയ്ത മോശ ഒന്നുമല്ലാതായി മാറി. മോശയോട് ചോദിക്കുക, മോശേ നീ എന്തിനാ കൊല്ലാനാണോ കൊണ്ടുവന്നേ? ഹല്ലേലൂയ. നീ എന്തിനാ കൊല്ലാനാണോ കൊണ്ടുവന്നേ? ഇസ്രായേൽ ജനം മുഴുവനും 30 ലക്ഷം പേർ മാറത്തടിച്ച് കരയുക. മാറത്തടിച്ച് കണ്ണുനീരോടെ കരയുമ്പോൾ ശ്രദ്ധിച്ചേ, ഒരുവൻ മാത്രം ദൈവസന്നിധി കരയുക. പുറമെ കരയുന്നില്ല, ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയം കരയുക. ഹലോ, ഇസ്രായേൽ ജനം മുഴുവനും മാറത്തടിച്ച് കരയുമ്പോൾ നേതാവായ ലീഡർഷിപ്പിൽ നിൽക്കുന്ന മോശ അവരെ പോലെ മാറിയിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവരും പറയില്ലേ, ഇവൻ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇവനും ഒരു പ്രത്യാശയില്ല, നമ്മൾ തകരാന ഇവൻ കൊണ്ടുവന്നേമ്മ. അതുകൊണ്ട് യുദ്ധം മുന്നിൽ കണ്ടിട്ട്, പ്രതിസന്ധി മുന്നിൽ കണ്ടിട്ട്, ആകുലമ മുന്നിൽ കണ്ടിട്ട് ഈറനണിഞ്ഞ കണ്ണുമായി പുറമേ കാണിക്കാതെ ഹൃദയത്തിന്റെ അന്തർഭാഗം തകർന്നൊരു മനുഷ്യൻ നിൽക്കുമ്പോ വചനം പറയുന്നത് കേട്ടോണ്, മോശയെ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾക്കകത്ത് നമ്മുടെ കണ്ണ് നിറയണമെന്നില്ല. മനുഷ്യരുടെ മുൻപിൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറയണമെന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മളെല്ലാം ഉണ്ടായിട്ട് ആമേൻ എല്ലാം തകർന്നിട്ടും എല്ലാം ഉള്ളവരായി ആമേൻ അഭിനയിച്ച് ജീവിക്കുന്നവരാണ് പലരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാം തകർന്നു. ഒന്ന് പായിലിരുന്ന് കഴിഞ്ഞാൽ കരയും, ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്ന കണ്ണുനീരോ അല്ലാതെ വേറൊന്നും ജീവിതത്തിന്റെ മുൻപിലില്ല. എങ്കിലും ആരെങ്കിലും വന്ന നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ കരം കൊടുത്ത് വീട്ടിനകത്ത് കയറി കുശലം പറഞ്ഞ് സന്തോഷവാക്ക് പറഞ്ഞ് ചില തമാശയൊക്കെ പറഞ്ഞിരിക്കും. അറിയാമോ, നമ്മുടെ കഷ്ടത, നമ്മുടെ സങ്കടം ആരും കാണരുതെന്ന് നമ്മൾ അഭിനയിക്കുകയാണ്. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുൻപിൽ മോശ അതുപോലെ അഭിനയിക്കുകയാണ്. 30 ലക്ഷം പേർ കണ്ണുനീരോടെ മാറത്തടിച്ച് മോശയ്ക്ക് വിരൽ ചൂണ്ടുമ്പോൾ മോശ അവരുടെ മുൻപിൽ ധൈര്യത്തോടെ പറയുന്നൊരു വാക്യമുണ്ട്. 13-ാം വാക്യം, മോശ അവരോട് ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി രക്ഷ നൽകും. ഹലോ, എല്ലാം തകർന്നിട്ടും പലരുടെയും മുൻപിൽ അഭിനയിച്ചു നിന്നിട്ട് പറയുക, എടാ ഭയപ്പെടണ്ട, നിനക്ക് വേണ്ടി രക്ഷ എന്റെ ദൈവം തരും. ഹലോ, ഇത് മോശ പറയുമ്പോഴും ദൈവം മോശയുടെ പുറമേ അല്ല, മോശയുടെ അകമേ കണ്ടിട്ട് മോശയോട് പറയുക, മോശേ നീ എന്തിനാടാ ഈ യുദ്ധം കണ്ട് ഭയപ്പെടുന്നേ? ഇന്ന് ചില മോശമാരെ തോളത്ത് തട്ടിയിട്ട് ദൈവം പറയുക, ആരുമില്ലല്ലേ നിനക്കൊരു നല്ല വാക്ക് പറയാൻ, സപ്പോർട്ട് ചെയ്യാൻ ഉലകത്തിൽ ആരുമില്ലല്ലോ. നിനക്കെതിരെ ലോകം മുഴുവനും തിരിഞ്ഞാല്, നിന്റെ മുൻപിൽ ഒരു യുദ്ധം നേരിട്ടാലും ഇന്ന് പകൽ എഴുതിയിട്ടോണ്, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളുടെ ഞെരുക്കങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാരോടൊക്കെ ഈ പകൽ ദൂത് കൈമാറുക, മോശേ ഞാൻ നിനക്ക് വേണ്ടി ഈ പകൽ യുദ്ധം ചെയ്യോ, I will fight for you. നിനക്ക് വേണ്ടി പകൽ ഒരു ദൂതനല്ല, ഒരു വ്യക്തിയല്ല, I will fight for you. മോശയോട് പറയുക, നീ മിണ്ടാതിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം, ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു 4 വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് മരണമല്ലാതെ മുന്നിലില്ല. ഹലോ, ചില സമയത്തൊക്കെ നമ്മൾ എന്നെ ചിന്തിച്ചോ, ദൈവമേ എടുത്തു പോയല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരാശ്വാസ വാക്ക് പറയാനില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശ്വാസ വാക്ക് പറയാൻ നമ്മുടെ ഹൃദയത്തിനകത്തില്ല.
ഈ ലൈവിലൂടെ അവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നാളുകളിൽ കേൾക്കും. ഹലോ, ഇന്നു പകൽ നമ്മൾ സേഫ് സോണിലാണ് പ്രിയരെ. നമ്മുടെ കൂടാരത്തിനകത്തൊന്നിനും കുറവില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുന്നത് വലുതാണ്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, വീട്ടിൻ്റെ മുൻപിൽ BMW കാറില്ലേലും, 3 ഏക്കർ വസ്തു നിന്റെ കൂടാരത്തിലില്ലേലും, നിനക്ക് കയറി കിടക്കാൻ 3 നിലയുടെ ലക്ഷറി ഫ്ലാറ്റ് ഇല്ലേലും, ഇന്ന് പകൽ നിന്റെ കൂടെ ദൈവമുണ്ടോ? നിന്റെ കൂടാരത്തിനകത്ത് സമാധാനമുണ്ടോ? ഇന്ന് പകൽ കഞ്ഞിയെ കോരി കുടിക്കാനുള്ളൂ എങ്കിലോ ഇന്ന് പകൽ സമാധാനമുണ്ടോ? നിന്റെ വീട് സ്വർഗമാണ്, നിന്റെ കുടുംബ സ്വർഗമാണ്. ഇന്ന് പകൽ അതില്ലാത്ത ആയിരങ്ങൾ ഇന്ന് പകൽ ഈ പ്രസംഗം കേൾക്കാൻ പോകുക. പക്ഷെ ഇന്ന് പകൽ ദൈവം നിർത്തിയില്ല. കണ്ടോ കണ്ടോ, മോശ പുറമേ നിന്നിട്ട് പറയുക, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്നു പകൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ആ പദം പറഞ്ഞാട്ടെ, രക്ഷ കണ്ടുകൊള്ളുവീൻ. ദൈവം മോശയോട് ദൈവം പറയുക, മോശെ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം, നീ മിണ്ടാതിരിക്ക. എന്നിട്ട് ദൈവം അവനോട് ചോദിക്കുന്നതാ, അപ്പോൾ യഹോവ മോശയോട്, മോശേ, നീ നിലവിളിക്കും മുമ്പ്. കണ്ടോ, അവന്റെ കണ്ണിനകത്തൊരു തുള്ളി കണ്ണീരില്ല. അവൻ ബലം പിടിച്ചു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുക. അവൻ പക്ഷേ എന്റെ ദൈവം പുറമെ നോക്കി മാർക്കിടുന്നവനല്ല, എന്റെ ദൈവം അഹമേ നോക്കുന്നവനാണ്. പുറമെ മുഴുവനും ജനത്തിന്റെ മുൻപിൽ ധൈര്യശാലി പോലെ നിൽക്കുമ്പോ അകം പൊട്ടി പൊട്ടി തകർന്നു മോശ കരയുക. ആ മോശയോടെ ഇന്ന് പകൽ ദൂത്, മോശേ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. ജീവിതത്തിൽ എന്നെങ്കിലും അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ടോ? ഭാര്യയുടെ മുമ്പിൽ മസിൽ പിടിച്ചു നിന്നിട്ട്, ഭർത്താവിൻ്റെ മുമ്പിൽ മസിൽ പിടിച്ചു നിന്നിട്ട്, കൊളീഗ്സിന്റെ മുമ്പിൽ എല്ലാം ഉള്ളതുപോലെ അഭിനയിച്ചിട്ട്, സഭക്കാരുടെ മുൻപിൽ, ദേശക്കാരുടെ മുൻപിൽ, പാസ്റ്ററുടെ മുൻപിൽ എല്ലാം ഉള്ളതുപോലെ അഭിനയിച്ചു നിന്നിട്ട്, വിശ്വാസികളുടെ മുൻപിൽ, പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ മുൻപിൽ എല്ലാം ഉള്ളതുപോലെ അഭിനയിച്ചു നിന്നിട്ട് ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പകൽ നിന്നോട് ദൂത്, നിന്നെ ഭാവി അറിയാമുള്ളവൻ പറയുക, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യൂ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യൂ. എന്റെ ദൈവം ഇന്ന് പകൽ ഇറങ്ങിയോ? ചില ദുർഘടങ്ങൾ വഴിമാറോ? ഇതുവരെ മാറാത്ത ചില ചെങ്കടലുകൾ ഈ പകൽ വഴിമാറാ. കൂട്ടമായ വിടുതലുകൾ, മാസീവ് ഡെലിവറി ഇന്ന് പകൽ സംഭവിക്കുകയാണ്. ഈ ലൈവിലൂടെ ഞങ്ങളെ കേൾക്കാൻ പോകുന്നവരോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഇന്ന് പകൽ ഈ ദൂത് വിശ്വസിക്കുക, ചില ഈ പകൽ വഴിമാറാ. പുതിയ നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ഇരുപാദത്തിലും കരം വച്ചു പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ നീ നടന്നിട്ടില്ലാത്ത പുതിയ നിയോഗങ്ങളിലേക്ക് എന്റെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുക. നിന്റെ സഭയെ കൊണ്ടുപോകാൻ പോകുക. നിന്റെ തലമുറയുടെ കാല് നീ അർഹതയില്ലാത്ത ദേശത്ത് അവർ ചവിട്ടിക്കാൻ പോകുക. കാരണം നിനക്ക് വേണ്ടി ഈ പകൽ ആത്മാവിൽ പിടിക്കുക. ഈ പകൽ ചിലതിന്റെ സ്ഥിതികളെ മാറ്റുന്നു. ചിലതിന്റെ ജീവിതത്തെ ദൈവം തൊടുക.
സാക്ഷാൽ ഉടയവൻ കൈകാര്യം ചെയ്യുകയാ. ഇന്ന് പകൽ ദൈവം ചിലവരെ ആത്മാവ് വേർതിരിക്കുകയാണ്, ആത്മാവ് വേർതിരിക്കുകയാണ്. ശാരാവാല ധൂരവലക്കട വൈഡവരകഥ ശാരാധാര ധാരം 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 ധാര. കണ്ണുനീരോടെ കരയും ആരൊക്കെ ഈ ദൂതിനോട് ആമേൻ പറയുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് കുഞ്ഞെ. നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ പകൽ എൻ്റെ ദൈവം ഇറങ്ങുക, എൻ്റെ ദൈവം ഇറങ്ങുക. അവൻ ഇറങ്ങിയാലുള്ളൊരു പ്രത്യേകത, അവൻ ഇറങ്ങിയ ആർക്കും തടുക്കാൻ കഴിയില്ല. അവൻ ഇടുന്നേറ്റ ആർക്കും തടുത്തു വയ്ക്കാൻ കഴിയില്ല. അവന്റെ പ്രവർത്തികൾ അവർണ്ണനീയമാണ്, അവന്റെ വടികൾ അപ്രമേയമാണ്. ഇന്ന് പകൽ വിശ്വസിക്ക, നിന്റെ കൂടാരത്തിനകത്ത് അടഞ്ഞുപോയ ചില വാതിലുകളെ ആത്മാവ് വെട്ടിമാറ്റുക. ചില കുടുംബത്തിനകത്ത് പാരമ്പര്യമായി കൈമാറി വരുന്ന എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. പാരമ്പര്യമായി കൈമാറി വരുന്ന ചില രോഗങ്ങൾ ഇന്ന് പകൽ ദൈവം ക്യാൻസൽ ചെയ്യുക, ചിലതിനെ ദൈവം ക്യാൻസൽ ചെയ്യുക. എൻ്റെ കുടുംബത്തിൽ ഇന്ന വ്യക്തി ഇങ്ങനെ തകർന്നു, ഇന്നയാൾ ഈ രീതിയിൽ മരിച്ചുപോയി, ഈ കുടുംബം ഇങ്ങനെ തകർന്നു പോയി, ഞാനും എൻ്റെ കുടുംബം അതുപോലെ തകരുമോ എന്ന് ചോദിക്കും ആരോടൊക്കെ ആത്മാവ് ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുക. ചില ശാപത്തിന്റെ കണികകളെ ശാബാരാധുര വൈഡവരഗബ ശരാധാരാധാരാധാരാരഗാരബ ശരാരഗൽ ഖബാരദര. ആമേൻ. ശ്രദ്ധിച്ചേ, മോശയോട് പറയുക, മോശെ നീ നിലവിളിക്കുന്നത് എന്തിനാ? ആരും കണ്ടില്ലേലും നമ്മുടെ നിലവിളി കാണുന്ന ഒരു കൈയുണ്ട്. അപ്പൻ കാണാത്ത കണ്ണുനീർ, കൂടപ്പിറപ്പ് കാണാത്ത കണ്ണുനീർ, ദേശക്കാർ കാണാത്ത നിന്റെ അകത്തെ വേദന കാണുന്നൊരു ദൈവമുണ്ട്. അവൻ നിന്നോട് ദൂത് കൈമാറുക, നിന്റെ സ്ഥിതി മാറും. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു നാൾ വരും. ഏത് കണ്ണുകൊണ്ടാണോ നീ കരഞ്ഞത്, അതേ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന നാൾ വരും. ഏത് കൈ കൊണ്ടാണോ നീ കണ്ണുനീർ തുടച്ചത്, അതേ കരം ചില വാക്തത്വങ്ങളെ കൈ നീട്ടി എടുക്കുന്ന നാൾ വരും. ഏത് ചെവി കൊണ്ടാണോ നിന്നയുടെ വാക്ക് നീ കേട്ടത്, അതേ ചെവി കൊണ്ട് നീ പ്രശംസയുടെ ചില മാളകൾ കേൾക്കുന്ന ഒരു നല്ല മാള് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏത് വാതിലാണോ നിന്റെ മുൻപിൽ കോട്ടിയടച്ചത്, അതേ വാതിലുകൾ നിന്നെ കാത്തു നിന്ന് തുറമിടുന്ന, നിനക്ക് വേണ്ടി തുറമിടുന്ന മാളകൾ വെളിപ്പെടോ. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം ഇസ്രായേൽ ജനത്തോട് പറയുക, ഇന്ന് ദൈവം തരുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. എന്നിട്ട് മോശ അകത്ത് കരയുമ്പോൾ എൻ്റെ ഒരു ചിന്തയാണ്, നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? മോശയുടെ മുൻപിലുള്ള യുദ്ധത്തെ നമ്മൾ എന്തു ചെയ്യും? പിൻവലിക്കും. ദൈവം ചിന്തിക്കണം, ഇത്രയും എൻ്റെ ഭക്തൻ കരയല്ലേ, ഇത്രയും അവൻ നിലവിളിക്കുകയല്ലേ, ഒരു രാജ്യം മുഴുവനും 30 ലക്ഷം പേർ അവനെതിരെ നിൽക്കുകയല്ലേ, ഇനി അവൻ്റെ മുമ്പ് യുദ്ധം വയ്ക്കണ്ട. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ യുദ്ധം മാറ്റുകയല്ല, അവൻ യുദ്ധം നിന്നിലൂടെ ജയിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? യുദ്ധങ്ങൾ മാറാൻ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പോരാട്ടം മാറാൻ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഹലോ, യെരിഹോവിന്റെ കോട്ട മാറാനല്ല, അതിനെ ജയിക്കാൻ പ്രാർത്ഥിക്കണം. ചെങ്കടലിനെ ജയിക്കാൻ പ്രാർത്ഥിക്കണം. അർത്ഥമെന്നറിയാമോ? ഇന്ന് നിന്റെ വാക്തത്വത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ ഉയർന്നു വരുന്നതാണ് ഈ പോരാട്ടം. നീ ഇരുന്ന് മുഴങ്കാലിരുന്ന് കരയുക, കർത്താവേ പോരാട്ടം മാറ്റണേ, പോരാട്ടം മാറ്റണേ, സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളി മാറ്റണേ. നോ നോ നോ, ഈ പോരാട്ടം മാറിയാൽ ഇതേ ശക്തികൾ മറ്റു ശക്തികളെ കൂട്ടിപ്പിടിച്ച് പിന്നെയും നിനക്കെതിരെ യുദ്ധത്തിന് വരും.
നിന്റെ ഭാവിക്ക് വരെ യുദ്ധത്തിന് വരും. ദൈവത്തിന്റെ പ്രത്യേകത പോരാട്ടം മാറുകയല്ല, പോരാട്ടത്തെ ജയിപ്പാൻ, യുദ്ധത്തെ ജയിപ്പാൻ ഇന്ന് പകൽ കൃപ തരാം. പിടിക്കാമെങ്കിൽ പിടിച്ചോ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ സഭയ്ക്ക് വരെയുള്ള പോരാട്ടം മാറുകയല്ല, ഞങ്ങളതിനെ ജയിക്കുകയാണ്. നിങ്ങൾ ഞാൻ പടക്കൂട്ടത്തിന് പേര് പാഞ്ഞു ചെല്ലോ എന്റെ ദൈവത്താ. ആത്മാവിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിച്ചോ. ഈ ദൂത് ചിലവിന്റെ ജീവിതം മാറ്റുന്നു, ചിലവിന്റെ അവസ്ഥ മാറ്റുന്നു, ചിലവിന്റെ സ്ഥിതി മാറ്റുമോ. ആത്മാവിൽ ചൊരിക്കുക, ആത്മാവിൽ ജയിക്കുക. നിന്റെ അപരത്തിൽ തമ്മ ആത്മീക അഭിഷേകത്ത ചില മല്ലന്മാരെ ജയിക്കുക. സഭയോട് ആത്മാവ് ദൂത് കൈമാറുക. ചില ദേശത്തിന്റെ മല്ലന്മാർ ഈ പകൽ വെട്ടേച്ചു വിടുന്നു. ചില കൂടാരത്തെ ലക്ഷ്യമിട്ടിരിക്കുന്ന ചില മന്ത്രവാദിയുടെ മികൂഢ പദ്ധതികൾ ഈ പകൽ വെട്ടേച്ചു വീഴുമോ. ഓ ശാരാധാര ജയിക്കുക, ജയിക്കുക. ദൈവസഭ ചിലവിനെ ജയിക്കുക. നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് യുദ്ധമാണോ ഈ പകൽ ജയിച്ച. അർഗമയില്ലാത്ത ഭാവി വേണോ കൂടപ്പിറപ്പ്? അർഗമയില്ലാത്ത ജീവിതം വേണോ? രാജ്യങ്ങളുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കണോ? ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിന്നിൽ വെളിപ്പെടണോ? ഇന്ന് പകൽ നിന്റെ മുൻപിലുള്ള ചില സാധാന്യ യുദ്ധങ്ങളെ നീ ജയിക്ക. ചില ഫറവോനെ ശക്തികളെ ശരാബലാരകൾ ഖമാന ധുരഗടക ധുരാരകൾ ഖമാന ധാര. അറിയില്ല, 14 കിലോമീറ്റർ ചുറ്റളവിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുന്നു. ഈ പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുക. ഈ ആലയത്തിന്റെ 14 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്നു. ഫിലബിനോട് ആത്മാവ് യുദ്ധം പ്രഖ്യാപിക്കുക. ഫിലബിനോട് ആത്മാവ് പോരോ. ഈ ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ നന്നായി, ഈ ദൂത് ഏറ്റെടുക്കുന്നവർ നന്നായി. ഇന്ന് പകൽക്കാല ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. പക്ഷെ ഇവിടെ വെളിപ്പെടുന്ന ദൈവശക്തി രക്ഷിക്കപ്പെട്ടവരുടെ മേൽ ഫിലിപ്പിനെ ജയിക്കാനുള്ള ദൈവകൃപയാണ്. ഈ പകൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന, നിന്റെ കൂടാരത്തിന്റെ മുൻപിൽ നിൽക്കുന്ന, നിന്റെ സഭയുടെ മുൻപിൽ നിൽക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ മുൻപിൽ നിൽക്കുന്ന, നിന്റെ ഉപജീവന മേഖല ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. ഈ പകൽ സ്വർഗമിറങ്ങുക, സ്വർഗമിറങ്ങുക. കൂടപ്പിറപ്പെ പ്രവാചകന്മാർ കൈവച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ ഇന്ന് പകൽ ദൈവമിറങ്ങുക. ദൈവം എനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക. ഈ പകൽ ആത്മാവിൽ സ്തുതിക്കുക. നാവിന്റെ അകത്തളത്തുനിന്ന് വരുന്ന അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന കൂടപ്പിറപ്പ് ഒരുപക്ഷെ ജോലിയിലായിരിക്കുക, ഒരുപക്ഷെ വാഹനത്തിലായിരിക്കുക, അവൻ എവിടെയായിരുന്നാലും അകത്ത് അകത്ത് അന്യഭാഷകളിലൊന്നും സ്തുതിക്ക്. നിന്റെ കെട്ടി പകൽ പൊട്ട്, നിന്റെ സ്തുതി പകൽ മാറ. അടഞ്ഞുപോയ വാതിലുകൾ എന്റെ ദൈവം ഈ പകൽ തുറക്കാം.
ശരാമന ശരാമന ശരാഖ ശരേഖെ പുരീഖ ഹിരാമന സഖാമന ശരാമന. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് യൂതിന്റെ ആഴം മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ചരിത്രം മാറും. നിങ്ങളുടെ ചരിത്രം മാറും. ഈ വചനത്തിന്റെ റവലേഷനുകൾ ഞാൻ റിവീൽ ചെയ്ത് പ്രസംഗിക്കുക. നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചത് യുദ്ധം മാറാനാ, കർത്താവേ കഷ്ടത മാറാനാ. പലരും പ്രാർത്ഥിക്കുന്ന കേട്ടോട്ടുണ്ടോ? പോരാട്ടം ഒന്ന് മാറ്റി തരണമേ. നോ നോ നോ, പോരാട്ടം മാറിയ അതിലും വലുത് നിന്റെ മുൻപിൽ വെളിപ്പെടുക. പോരാട്ടം മാറണ്ട. പോരാട്ടത്തെ ദൈവം ജയിച്ച ഓ വിജയം എന്റെ കരത്തിൽ. ഓ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. യുദ്ധമേഖലയ്ക്കുള്ളവ, വിജയം എനിക്കുള്ളവ. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മളെക്കുറിച്ച് ദൈവം കണ്ട സ്വപ്നം വലുതാണ്, വലുതാണ്, വലുതാണ്. ദൈവം നമ്മെക്കുറിച്ച് കണ്ടത് വലുതാണ്. നമ്മുടെ ദർശനം ചെറുതാകരുത്, ചെറുതാകരുത്. നമ്മളേതോ കസേരയ്ക്കകത്തൊതുങ്ങുന്ന ഒരു വിശ്വാസിയാകരുത്. എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്ന ഒരു സാധാരണ കോമൺ സൺഡേ ആകരുത്. ദൈവം നമ്മെക്കുറിച്ച് കണ്ട ഭാവി വലുതാണ്. ദൈവം നമ്മെ വിളിച്ച വിളി വലുതാണ്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പലരും ഈ യുദ്ധം ജയിക്കാതെ ഈ പണിന്ന് പോയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ദൈവം വച്ച ലക്ഷ്യത്തിലെത്താതെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. അറിയാമോ? അവർ ഈ യുദ്ധം ജയിക്കാത്തത് കൊണ്ട്. ഹലോ, ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ യുദ്ധം ജയിച്ചാൽ നിന്റെ ഭാവി റിവീലാകും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. ഈ യുദ്ധം ജയിച്ച ഇരിക്കേണ്ടടുത്ത് നീ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടാരത്തിന് നേരെ, കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, വ്യക്തിപരമായ ജീവിതത്തിന് നേരെ താഞ്ഞെടുക്കുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ ഇന്ന് പകൽ നീ യുദ്ധത്തിന് പോകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈറനാണ് ഞാൻ കണ്ണുമായി മോശ നിൽക്കുമ്പോ മോശയോട് പറഞ്ഞില്ല, എടാ യോശുവെ വിളിക്കടാ, വാളെടുക്കടാ, പരിചയം എടുക്കടാ. മോശയോട് പറഞ്ഞില്ല. മോശയോട് പറഞ്ഞു, മോശേ കീപ് ക്വൈറ്റ്, കീപ് ക്വൈറ്റ്. നീ മിണ്ടാതിരിക്ക, നീ മിണ്ടാതിരിക്ക. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. ഇന്ന് പകൽ ദൈവത്തിന് പറയാൻ ഒരു ദൂതുണ്ട്. നിനക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, ആയുധങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് ഫലിക്കില്ല. നിനക്കെതിരെ യുദ്ധങ്ങൾ വരത്തില്ലെന്നല്ല, നിനക്കെതിരെ കഷ്ടതകൾ വരത്തില്ലെന്നല്ല. ദൈവത്തിൻ്റെ ദൂതിത, കഷ്ടങ്ങളെയും യുദ്ധങ്ങളെയും ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. നീ മിണ്ടാതിരിക്കുക, ഞാൻ ജയിക്കും. ഞാൻ ജയിച്ചാൽ വിജയം എനിക്കല്ല, വിജയം നിനക്ക. 2024 ദൈവം പറയുക, ചില യുദ്ധങ്ങള്, ചില പദ്ധതികള് ദൈവം ജയിച്ചിട്ട് വിജയത്തെ നിന്റെ കരത്തിൽ എന്റെ ദൈവം തരാൻ പോകുക. എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? നിന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ ചിലവിനെ ജയിച്ചിട്ട് എന്റെ ദൈവം നിനക്ക് വിജയം തരാൻ പോവുക. ആരോടും അറിയില്ല, ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ് കേട്ടോ. ഈ പകൽ കരയും ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് കൈമാറുക. 2024 അല്ല 22 തുടങ്ങിയതുപോലെ നിന്റെ ജീവിതത്തിൽ മാറി 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 പ്രതികൂലമാ. ദൈവം എന്നോട് പറയുന്നു, ഈ ആണ്ട് അവസാനിക്കുന്ന മുമ്പ് ചില യുദ്ധങ്ങളെ ഞാൻ നിർത്തൽ ചെയ്യാം.
ചില യുദ്ധങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി നിർത്തൽ ചെയ്യും എന്നറിയില്ല. ദൈവാത്മാവ് യഹോവ നിസി ജയത്തിന്റെ കൊടിയ ഈ പകൽ ഇറങ്ങി വരികയാ. ചില കേസുകൾ എഴുതി തള്ളാൻ പോകുന്നു. ചില വസ്തു സംബന്ധമായ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. ചില പാപികളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. ഇന്ന് പകൽ തൊട്ട് ദൂത് പറയണമെന്നുണ്ട്. പക്ഷെ അതുപോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. വിശ്വസിക്കുക. സാക്ഷാൽ ദൈവ യുദ്ധം ചെയ്ത് വിജയം നിനക്ക് കൈമാറാൻ പോകുക. ആ വിജയം നിന്റെ കരത്തിലേറ്റെടുത്ത് വിശ്വാസം അമ്മ ഹല്ലേലൂയ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, കരഞ്ഞ മോശയോട് പറഞ്ഞില്ല ഇറങ്ങി യുദ്ധം ചെയ്യടാന്ന്. ചില പോരാട്ടങ്ങൾ ദൈവം ഇറങ്ങേണ്ടവയുണ്ട്. ദൈവം ഇറങ്ങേണ്ടടുത്ത് ദൈവം ഇറങ്ങണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ചോദിക്കുക പാസ്റ്റർ പിന്നെ എനിക്കെന്താ പ്രത്യേകത? ദൈവം പറയുക നീ വിശ്വസിക്കുക മാത്രം ചെയ്യും. മനസ്സിലായില്ല? അന്യഭാഷ പറയാനും പറഞ്ഞില്ല, കൈയടിക്കാനും പറഞ്ഞില്ല, സ്തോത്രം പറയാനും പറഞ്ഞില്ല. അതൊക്കെ അവൻ്റെ ബൈ പ്രോഡക്റ്റ്. അത് നീ ചെയ്തോ, വിഷയമല്ല. പക്ഷെ നീ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കുക? ഈ യുദ്ധത്തിൽ ഞാൻ തകരില്ല. ഈ യുദ്ധം എന്റെ തകർച്ചക്കല്ല. ഈ യുദ്ധം ദൈവം ഇറങ്ങാനുള്ള ഇടമാണ്. ഈ യുദ്ധം എന്റെ ദൈവം ഇറങ്ങിയ ശത്രുക്കൾ ചിതറിയോ എന്റെ മുൻപിൽ എന്റെ പാപികൾ എന്റെ ദൈവം തുറന്നു വയ്ക്കും. ഹല്ലേലൂയ. ഈ യുദ്ധങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങിയാൽ നീ കാണാത്തത് കണ്ടുകൊണ്ട് കാണും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നീ കാണാത്തത് കണ്ണുകൊണ്ട് കാണും. കാണാത്തത് ദൈവം ഇറങ്ങിയാൽ മോശെ നീ കരം നീട്ടുന്നതിന് മുമ്പ് ആമേൻ ഇസ്രായേലിന്റെ ഊട്ടയവന്റെ കര ചെങ്കടലിന് രണ്ടാക്കും. നിനക്ക് വേണ്ടി ഉണങ്ങിയ പാത വെളിപ്പെടും. തീരില്ല. നിനക്ക് വേണ്ടി തുറമാതേ വടിയിൽ നിന്റെ ശത്രുക്കളെ അഭിനകത്തിട്ട് പൂട്ടും. അവർക്കവിടെ ശവക്കുടി വെക്കും. ഇമ്മകൾ 2024 നിനക്കെതിരെ പോരാടുന്ന ചിലവ് നാശിത്വം ഇല്ലായ്മ. വിശ്വസിക്കാമെങ്കിൽ ദൂതേറ്റെടുക്ക. നീ അവയെ നോക്ക്, കാണത്തില്ല. നീ അവയെ അന്വേഷിക്ക്, കാണത്തില്ല. ഫിലബ് ഓടാൻ പോകുക. ഫിലബിനെ ദൈവം ഓട്ടിക്കാം. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, വിജയം ദൈവത്തിന്റെ കരത്തിലാ. നീ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. യുദ്ധം മാറാൻ പ്രാർത്ഥിക്കരുത്. യുദ്ധം ജയിക്കുമെന്ന വിശ്വാസത്തിൽ നിൽക്കണം. ആ ദൈവ കൃപയ്ക്കകത്ത് നിൽക്കണം. അങ്ങനെ നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചില യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ വാതിലുകളാണ്. നിങ്ങൾ എൻ്റെ സ്തോത്രം പറഞ്ഞില്ല. ചില യുദ്ധങ്ങൾ, ചില പോരാട്ടങ്ങൾ ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനുള്ള ദൈവത്തിൻ്റെ വാതിലുകളാണ്. നമ്മൾ അറിയാതെയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുക. 20, 40, 30. ആമേൻ. കഴിഞ്ഞ ദിവസം ഏതോ പോസ്റ്റ് കണ്ടു 41. ഹലോ, യേശു 40 ഇരുന്ന് നമ്മൾ 41 ഇരിക്കുക. ആരോ പറഞ്ഞു പാസ്റ്റർ എൻ്റെ അമ്മച്ചി 90 ഇരിക്കുകയാണെന്ന്. എന്തിനെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു വലിയമ്പച്ചിയോട് വല്ലതും കഴിച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ അവരുടെ സ്പിരിച്വാലിറ്റിക്ക് എതിരല്ല. നമ്മുടെ ശരീരം നാം തന്നെ നോക്കണം.
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ ദൈവം പറയുന്ന വ്യവസ്ഥ നീ വിശ്വസിക്ക. നീ വിശ്വസിക്കാതെ യുദ്ധം മാറാൻ പ്രാർത്ഥിച്ചാൽ യുദ്ധമില്ലാതെ നീ സേഫ് സോണിനകത്ത് നടക്കും. ഹലോ, സേഫ് സോണിനകത്ത് നടക്കും. അങ്ങോട്ട് പോകുമ്പോൾ കാല് കല്ലിൽ തട്ടുമ്പോൾ പറയും അയ്യോ വലിയ യുദ്ധമാണ്. നമ്മൾ രക്ഷപ്പെടത്തുമില്ല, നമ്മുടെ സ്ഥിതി മാറുമത്തുമില്ല, നമ്മുടെ അവസ്ഥകൾ മാറത്തുമില്ല, നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലെത്തത്തില്ല. നമ്മൾ ഇന്നും സാധാരണ വിശ്വാസിയായി, സാധാരണ വ്യക്തിയായി, സാധാരണ ജീവിതം നയിച്ച് ഏതൊക്കെ 6 അടി മണ്ണിനകത്ത് നമ്മൾ ഒതുങ്ങും. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, മിണ്ടാതിരിക്കുക. യുദ്ധത്തിന്റെ മുൻപിൽ ഓടി ഒളിക്കരുത്. യുദ്ധം ജയിക്കേണ്ടത് കാഴ്ചയാലല്ല, യുദ്ധം ജയിക്കേണ്ടത് വിശ്വാസത്താലാണ്. Not by sight, by faith. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ജയിക്കണം. എന്ത് വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസത്താൽ. എത്ര വലിയ യുദ്ധം കൊണ്ടുവന്നാലും മന്ത്രവാദിയെ ഞാൻ തോക്കില്ലെന്ന വിശ്വാസം. കാരണം എൻ്റെ കൂടെയുള്ളവൻ ജയാളിയാണെന്ന വിശ്വാസം. അങ്ങനെ നീ ചെയ്താൽ നിന്റെ ജീവിതം ചരിത്രമാകും. ഹലോ, ഒരുവന്റെ വീട്ടിൽ ലക്ഷ്യമാക്കി ആമ രാവിലെ എഴുന്നേറ്റ് ആമ തൈലക്കൊമ്പ് നിറച്ച് തൈലവും എടുത്ത് ഒരു ഭക്തനായ പ്രവാചകൻ നടന്നു പോകുക. ഇശായിയോട് ചോദിച്ചു, ഇശായി നിന്റെ മക്കളെവിടെ? ദൈവം ഈ കൂടാരത്തിനകത്ത് ഒരു രാജാവിനെ കണ്ടിട്ടുണ്ട്. ഹലോ, ഇശായി ഉടനെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് കമാൻഡോയെ വിളിച്ചു. 7 എണ്ണത്തിനെ നിർത്തി. തൈലക്കൊമ്പ് ഒഴിക്കുന്നു, തൈലം വീഴുന്നില്ല, അഭിഷേകം വീഴുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാം, അഭിഷേകം വീഴേണ്ടവന്റെ തലയിലെ വീഴൂ. ഹലോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ അധികമായി വേണോ? ആമേൻ. അത്ഭുത രോഗശാന്തി വേണോ? അത്ഭുത വീര്യപ്രവൃത്തി വേണോ? നിന്നെ കാണുമ്പോൾ ശത്രുക്കൾ ഓടണോ? അതിന് ഒന്നാമത് നീ ചെയ്യണത് ദാനമായി ഔദാര്യമായി തരുന്ന പരിശുദ്ധാത്മാവിനെ അധികമായി വേണമെന്ന് നീ വാഞ്ചിക്കണം. തരാമെന്ന് പറഞ്ഞവനോട് നീ ചോദിക്കണം. ഹലോ, യുമാരൊറ്റെണ്ണം ചോദിക്കുന്നില്ല. പക്ഷെ കാട്ടിക്കടന്ന് ഒരുവൻ പറയുക, കൂട്ടുകാരെക്കാളും ആനന്ദപരമായി എന്നെ അഭിഷേകം ചെയ്യുന്ന, കണ്ടോ, 7 എണ്ണം ചോദിക്കുന്നില്ല. അവൻ കാട്ടിക്കിടന്ന് അവന്റെ ലക്ഷ്യം മൊത്തം കർത്താവേ കൂട്ടുകാരെക്കാളും. എൻ്റെ ചോദ്യം, ആരാടാ നിന്റെ കൂട്ടുകാര്? അവൻ പറയും, ആമൻ എൻ്റെ കാട്ടിലെ കൂട്ടുകാരെയൊക്കെ പറ്റി പറഞ്ഞ മൂക്കത്ത് വിരൽ വെച്ച് പോകും പാസ്റ്ററേ. അതാ എൻ്റെ അവസ്ഥ. പക്ഷെ ഒരു അവസ്ഥ എനിക്കറിയാം, എന്നും ഈ കാട്ടിൽ ഒതുങ്ങില്ല ഞാൻ. എന്നും ഞാൻ ഇവിടെ തീരില്ല. എന്റെ സ്ഥിതി മാറോ. എന്നെ ആട്ടിവിട്ടവോ എന്നെ തേടി വരുന്ന നല്ലൊരു കാലോ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കോ. ഇന്ന് പകൽ വിശ്വസിക്കാമോ? നിന്നെ ആട്ടിപ്പാച്ചവോ നിന്നെ തേടി വരുമോ? ഒരു നല്ല കാലം വെളിപ്പെടും. ഹല്ലേലൂയ. മക്കളെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം. നിങ്ങൾ പറയണം, എൻ്റെ ദേശം എൻ്റെ പേരിൽ അറിയപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ സഭ എൻ്റെ പേരിൽ അറിയപ്പെടും. എൻ്റെ സഭയുടെ പേരിൽ ദേശം അറിയപ്പെടും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ആ വിഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് പകൽ ഉള്ള 2 എണ്ണം ഉണ്ടെങ്കിൽ പിടിച്ചോ. ഹല്ലേലൂയ. ആത്മാവിൽ വിശ്വാസത്തോടെ പറയണം. ദാവീദ് പറഞ്ഞു, എന്നും ഞാൻ കാട്ടിലൊതുങ്ങില്ല, ഞാൻ പുറത്തു വരും. ദൈവം എനിക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി രാജസിംഹാസനം ദൈവം ഒരുക്കും. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്ന ഒരു നല്ല കാലം വരും. എമ്മവൻ വിശ്വസിച്ച് വിശ്വാസത്താൽ കരയുമ്പോൾ ആ തൈലക്കൊപ്പി നിറച്ച് അഭിഷേകം നിറയപ്പെടുക. ഈ തലമുറയിൽ ആരെയൊക്കെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. നീ കരയുമ്പോ നിന്റെ തലയിൽ ഒഴിക്കാനുള്ള അഭിഷേകത്തെ ദൈവം അവന്റെ ഭണ്ഡാരത്തിനകത്ത് ഒരുക്കുന്നുണ്ട്. പറയ, എന്റെ തലയിൽ വീഴേണ്ട അഭിഷേകത്തെ
എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കാട്ടിൽ കിടക്കുമ്പോൾ ശമൂവേല് തൈലക്കൊമ്പ് നിറച്ചും അഭിഷേക തൈലമൊഴിക്കുക. ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. നിന്നൊരു ചരിത്രമാക്കുന്ന അഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി സ്വർഗം ചിലത് ഒരുക്കിക്കഴിഞ്ഞു. സ്വർഗം ചിലത് ഒഴുക്കിക്കഴിഞ്ഞു. ഞാൻ കൊതിക്കുന്നു നമ്മുടെ പേരിൽ ഈ ദേശം അറിയപ്പെടട്ടെ. ഇന്ത്യയിലൊരു ഉണർവുണ്ടായ നമ്മളും അത് ഭാഗവാക്കാകട്ടെ. ലോകരാജ്യങ്ങൾ നമ്മുടെ സഭയുടെ പേരിൽ അറിയപ്പെടട്ടെ. പട്ടണങ്ങൾ പിടിക്കാനുള്ള അഭിഷിക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. അറിയില്ല, ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യം. ഈ ദൂതിനോട് ആമേൻ പറഞ്ഞോണം. നിങ്ങൾ ആത്മാവിൽ പറയണം, എൻ്റെ പേരിൽ എൻ്റെ ദേശം അറിയപ്പെടും, എൻ്റെ പേരിൽ എൻ്റെ പട്ടണം അറിയപ്പെടും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകം ചുമന്നാൽ ദൈവം എന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. അഭിഷേകത്തിൻ്റെ തൈലക്കൊമ്പ് 7 എണ്ണത്തിൽ ഒതിച്ചിട്ടും ഒന്നിൻ്റെ തലയിലും വീഴുന്നില്ല. ശമൂവേല് ചോദിച്ചു, ഇശായി, ഇവൻ മാത്രമാണോ നിങ്ങളുടെ പുത്രൻ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഷായി പറഞ്ഞു, അവൻ എൻ്റെ പുത്രനൊക്കെ തന്നെ. കാണാൻ വലിയ ഗ്ലാമറൊന്നുമില്ല. ഹലോ, കാണാൻ വലിയ ഗ്ലാമറൊന്നുമില്ല. അവൻ്റെ തലയുടെ മുടിയൊക്കെ നമ്മളെപ്പോലെയൊന്നുമല്ല. വേറൊരു രീതി. അവൻ്റെ രീതിയും പ്രവൃത്തിയൊക്കെ വേറൊരു രീതിയാ. അവനെ ഞാൻ കുറച്ച് ആടുമായി കാട്ടുവിട്ടിട്ടുണ്ട്. അവൻ ശമൂവേല് പറഞ്ഞ മറുപടി ഇങ്ങനെയാ, അവനെ വിളിക്കുക, അവനിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുക. ഇന്ന് പകൽ ലോകം മാറ്റി നിർത്തിയവനാണോ നീ? ലോകം അവഗണിക്കപ്പെട്ടവനാണോ നീ? അപ്പന് വേണ്ടാത്തവനാണോ? അമ്മയ്ക്ക് വേണ്ടാത്തവനാണോ? കൂടപ്പിറപ്പ് തള്ളി അകറ്റിയവനാണോ നീ? ഇന്ന് പകൽ ലോകം അകറ്റുവോ? എഴുതിയിട്ടോണോ, എൻ്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക. ലോകം റിജക്ട് ചെയ്യുമ്പോ എൻ്റെ ദൈവം നിന്നെ സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയും അറിയാമോ? നോർമൽ ഒരു അനുഗ്രഹം നമ്മ മാനിക്കാനല്ല, സംതിങ് റോയൽ, രാജകീയമായ അഭിഷേകം നിനക്ക് ചുമക്കാനുണ്ട്. രാജകീയമായ നിന്റെ തലമേൽ വീഴാനുണ്ട്. ശ്രദ്ധിച്ചേ, ശമൂവേല് വന്നു. ശമൂവേല് വന്നു. ദാവീദ് വന്നു. ശമൂവേലിന്റെ മുൻപിൽ മുട്ടുകുത്തിയ ശമൂവേല് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ശമൂവേല് തൻ്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പിലുള്ള അഭിഷേകത്തെ ദാവീദിന്റെ തലമേൽ കൈ ഒടിച്ചിട്ട് അവന്റെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി സാക്ഷാൽ ഉടയവന്റെ നാമത്തിൽ അവനെ രാജാവായി അഭിഷേകം ചെയ്തു. ഇന്ന് പകൽക്കാല അമ്മയ്ക്ക് തരാൻ കഴിയാത്തൊരു ഭാവി തരാൻ കഴിയുന്ന, ഉലകത്തിൽ ആർക്കും തരാൻ കഴിയാത്തൊരു ഭാവി തരാൻ കഴിയുന്ന, നിന്റെ അപ്പനോ അമ്മയ്ക്കോ ടീച്ചർക്കോ നിനക്ക് വിദ്യാഭ്യാസം തരുന്നവർക്കോ നിന്റെ ഡിഗ്രിക്കോ നിന്റെ മഹത്വത്തിനോ തരാൻ കഴിയാത്ത ഉയർച്ച തരാൻ കഴിയുന്ന, ഒരു ഭാവി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവ. അവന്റെ പ്രത്യേകത, അവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ അഭിഷേകം കൈമാറി രാജകൊട്ടാരത്തിലിരുത്ത എൻ്റെ ദൈവം ശക്തനാണ്. ഇന്നത്തെ അവസ്ഥ മാറും കേട്ടോ, ഇന്നത്തെ സ്ഥിതികൾ മാറും. നിന്റെ മേൽ അഭിഷേകം വീണോ, നീ അസാധാരണമായി മാറും. പ്രിയരെ, അഭിഷേകം വീണതും 17-ാമത്തെ അധ്യായം ഏലിയാ താഴ്വര. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അഭിഷേകമില്ലാത്തവനോട് യുദ്ധമില്ല. ഹലോ, അന്യഭാഷ ഇല്ലാത്തവനോട് യുദ്ധമില്ല. ദൈവ വിളിയില്ലാത്തവനോട് യുദ്ധമില്ല. സഭയിൽ ചടങ്ങിന് വന്നിരിക്കുന്നവനോട് യുദ്ധമില്ല. യു ആർ ഓൺ സേഫ് സോൺ. ഹലോ, യു ആർ ഓൺ സേഫ് സോൺ. ദൈവത്തിനും വേണ്ട, സാത്താനും വേണ്ട. ഓ, എന്നാ പരിപാടിയല്ലേ. ചിലരൊക്കെ ചിരിക്കുന്നു, വാസ്തവ ഞാൻ ആ കൂട്ടത്തിൽ അങ്ങനെ ഇരുന്നോ. പക്ഷെ അഭിഷേകം വീണ ദാവീദിന്റെ മേൽ 16-ാം അധ്യായത്തിൽ അഭിഷേകം വീഴുന്നു. 17-ാം അധ്യായത്തിൽ ഏലാ താഴ്വര വെളിപ്പെടുന്നു.
എന്ത് ആമേ ദിനരാത്രങ്ങളായി 40 ദിനരാത്രങ്ങളായി ഒരുവൻ മല്ലനായവൻ ഇസ്രായേലിനെ വരയ്ക്ക് നിർത്തുക. അവൻ കളിയാക്കുകയാണ്, അവൻ പരിഹസിക്കുകയാണ്, ശൗലിൻ്റെ മുട്ടാടുകയാണ്. അവൻ വിറച്ച് കൊട്ടാരത്തിനകത്തിരുന്നിട്ട് ചോദിക്കുക, നമ്മുടെ കൂടെ തൻ്റെ ഇടമുള്ള ഒന്നുമില്ലേടോ? ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു പയ്യനായവൻ, ഒരു ബാലൻ അവിടെയൊക്കെ നടന്ന് ചുറ്റിക്കണ്ട് സഹോദരന്മാരെയൊക്കെ കണ്ട് ഇന്നലെ അഭിഷേകം പ്രാപിച്ച ഇറക്കുക. ആമേൻ. അഭിഷേകത്തിന് നിറവിലാ പോകുന്നേ. അവൻ ചെന്ന് കറങ്ങിയൊക്കെ കണ്ടു നിൽക്കുമ്പോ അവൻ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. അവൻ ശൗലിനെ അല്ല പരിഹസിക്കുന്നത്, സാക്ഷാൽ ദൈവത്തെ പരിഹസിച്ച് ഗോലിയാത്ത് ആമനേലോ താഴ്വരയുടെ നടുവിൽ നിൽക്കുവോ ശൗലിന്റെ ആമേ ദാവീദിന്റെ അകത്തളത്തിലുണ്ടായിരുന്ന അഭിഷേകം തിളയ്ക്കാൻ തുടങ്ങി. ആരെയാടാ നീ വിമർശിക്കുന്നത്? ആരെയാടാ നീ പരിഹസിക്കുന്നത്? ആർക്കെതിരാടാ നീ നാവ് ചലിക്കുന്നത്? എന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കെതിരെയാണോ? ഇന്ന് പകൽക്കാല ലോകമേ കേട്ടോ, നിന്റെ ദൈവത്തിനെതിരെ അവൻ ചലിക്കാൻ പറ്റവിട്ട. ഞാൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, വെല്ലുവിളിക്കുമ്പോൾ മനുഷ്യനെ വിളിച്ചോണം, ദൈവത്തെ വിളിക്കരുത്. ദൈവത്തെ വിളിക്കരുത്. മെനെ തെക്കേ റൂഫസിൽ ഒറ്റ എഴുത്ത അവൻ ക്രമിച്ചുപോയി. അവൻ വനത്തിൽ പുല്ല് തിന്നു. ഇന്ന് പകൽക്കാലം മനുഷ്യനെ വെല്ലുവിളിച്ചാലും ദൈവത്തെ വെല്ലുവിളിച്ച് ജീവിക്കരുത്. ചിലരെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു മാമൻ ഒരു ദൈവദാസിയാണെന്ന് കുവൈറ്റിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറയാം, പാസ്റ്ററേ എൻ്റെ ദൈവത്തെ എൻ്റെ ഭർത്താവ് വെല്ലുവിളിക്കുക. ഹലോ എൻ്റെ മദ്യപാനത്തിന്ന് മാറ്റാൻ കഴിവുള്ള നിൻ്റെ ദൈവം ഉണ്ടെങ്കിൽ വരട്ടെന്നാ പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഇളക്കം തട്ടുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കരുത്. ദൈവത്തെ വെല്ലുവിളിച്ചാൽ അവൻ അടിക്കും. അടിച്ചാൽ നീ ക്രമിച്ചു പോകും. എൻ്റെ ഭാഷയെ പറഞ്ഞ വാരി എഴുന്നേൽപ്പിക്കാൻ പോലും നീ കാണത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതുപോലെ ഏലാത്താഴ്വരയ്ക്കകത്ത് ദൈവമില്ലാത്തവൻ ദൈവത്തിനെതിരെ പുറുപുറുത്ത് വെല്ലുവിളിയോടെ നിൽക്കുമ്പോ ഒരു ബാലൻ കണ്ടോ? ഇന്നലെ അഭിഷേകം വീണവൻ 17-ാമത്തെ അധ്യായത്തിൽ എഴുന്നേറ്റിട്ട് വന്ന് പറയുക, എന്നെ അഭിഷേകം ചെയ്ത ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ നീ വെല്ലുവിളിക്കുന്നോടാ. നിന്റെ കൂടെ ഫെലിസ്ത്യ ദേവന്മാരും ദേവിമാരും കാണും. പക്ഷെ എൻ്റെ കൂടെയുള്ളവൻ അവരിലുള്ളവനേക്കാൾ വലിയവൻ. ദാവീദേ, ഈ വെല്ലുവിളി എന്തിനെന്നറിയാമോ? ഈ വെല്ലുവിളി ഒരു യുദ്ധമാണ്. ഈ യുദ്ധം നീ മാറാൻ പ്രാർത്ഥിക്കരുത്. ഈ യുദ്ധം നീ മിണ്ടാതെ നിന്നാ മതി. നീ ഒന്ന് ദൈവത്തിന് വേണ്ടി നിന്നുകൊടുത്താ മതി. നീ ഒന്ന് കവണയെടുത്ത് കല്ല് പിടിപ്പിച്ചാ മതി. നീ ഒന്ന് അടിച്ചാ മതി. വെട്ടേണ്ടവനെ വെട്ടി വീഴ്ത്താ. എന്റെ കരം ഇന്ന് പകൽ ശക്തമാണ്. എന്തിനെന്നറിയാമോ ദൈവം ഇവിടെ കൊണ്ടുവന്നത്? എന്തിനെന്നറിയാമോ ദൈവം തിരുവനന്തപുരം പട്ടണത്തിൽ കൊണ്ടുപോയത്? ചില ഗോലിയാത്തുമാരുണ്ട്. ദൈവത്തിനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ഗോലിയാത്തുമാരുണ്ട്. നമ്മൾ യുദ്ധം ചെയ്യണ്ട, നമ്മളൊന്ന് നിന്നുകൊടുത്താൽ മതി. ദൈവം യുദ്ധം ചെയ്യും. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിന് നേരെ നിൽക്കുന്ന ചില ഗോലിയാത്തുമാർ എന്തിനമ്മ നീ കരഞ്ഞില്ലേ? ഇന്ന് പകൽ കേട്ടോ, അതിനെ കൊണ്ടു നിർത്തിയത് അതിനെ ജയിച്ചാൽ മാത്രമേ ദാവീദേ നിനക്ക് രാജകസേരയിൽ ഇരിക്കാൻ കഴിയൂ. നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണമെങ്കിൽ ചില ഗോലിയാത്തുമാരെ നീ ജയിക്കണം. ഞാനിങ്ങനെ പറയാം, നമ്മളായിരുന്നെങ്കിൽ ഗോലിയാത്ത് വെല്ലുവിളിച്ച അതേ സമയം മൊത്തം നമ്മൾ ഉപവസിച്ചിട്ട് ജയിക്കാൻ പ്രാർത്ഥിക്കത്തില്ല, നമ്മൾ മാറാൻ പ്രാർത്ഥിച്ചനെ. അവനൊന്ന് പനി വന്ന് അവൻ പോയിരുന്നെങ്കിൽ എന്നാ സന്തോഷമായിരുന്നേ. പക്ഷെ ദാവീദ് കണ്ടോ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും.
എൻ്റെ ദൈവത്താൽ ഗോലിയാത്ത് എന്ന ഈ മതിൽ ഞാൻ നടന്ന് മാറി ചുറ്റിപ്പോകുമെന്നല്ല, ചാടിക്കടക്കും. ഇന്ന് പകൽ ദാവീദിനോട് ചോദിക്ക, ദാവീദേ, എന്തിനാടാ ഈ ഗോലിയാത്തിനെ ജയിക്കാൻ നിനക്ക് പദ്ധതി? ദാവീദ് പറയും, പാസ്റ്റേ, ഈ യുദ്ധം എൻ്റെ ദൈവം എനിക്ക് വച്ചിരുന്നത് എന്നെ ഡയറക്റ്റ് രാജകസേരയിൽ എത്തിക്കാനാ. മനസ്സിലായോ? മൊർദെഖായിക്കെതിരെ ഹാമാൻ വന്നതിന് കാരണം എന്തെന്നറിയാമോ? മൊർദെഖായിയെ ചുറ്റി അനുഗ്രഹിക്കാനല്ല, നേരിട്ട് പ്രമോഷൻ കൊടുക്കാനാ. ഈ യുദ്ധങ്ങൾ എന്തിനെന്നറിയാമോ? നിന്റെ ഭാവി നിന്നിൽ വേഗത്തിൽ വെളിപ്പെടുത്താനാ. അത് മാറാൻ പ്രാർത്ഥിക്കരുത്. മാറിയാൽ ചുറ്റിപ്പോകും. പക്ഷെ ദൈവവചനം പറയുന്നു, ഏലാ താഴ്വരയിൽ ദാവീദ് യുദ്ധം ചെയ്തു, ഗോലിയാത്തിനെ ജയിച്ചു. ഗോലിയാത്തിനെ ജയിച്ചെന്ന് വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണേ, ഗോലിയാത്തിനെ അല്ല ജയിച്ചത്. ഗോലിയാത്തിനെ ജയിച്ചപ്പോൾ ഫെലിസ്ത്യ രാജ്യം മുഴുവന് ഇസ്രായേലിൻ്റെ കയ്യിലായി. ഇന്ന് പകൽ ദൈവം ചില യുദ്ധങ്ങൾ വയ്ക്കുന്നത് അനുഗ്രഹം ചെറുതെന്ന് ചിന്തിക്കരുത്. യുദ്ധത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കൂട്ടമായ അനുഗ്രഹങ്ങൾ ഒറ്റ വിജയത്തിനകത്ത് നിന്റെ കൂടാരത്തിനകത്ത് കയറി വരും. ഇന്ന് പകൽ വിശ്വസിക്കാമോ? ദൈവം ഒരു അത്ഭുതം ചെയ്ത കൂട്ടമായ കുടുംബങ്ങൾ ആലയത്തിനകത്തോടി കയറാ. പ്രിയരെ, 2019-20 തോന്നുന്നു, ഞാൻ ഷാർജയിൽ പ്രസംഗിക്കുന്ന സമയത്ത്, ഷാർജ റോളയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കുടുംബം വന്നിരിക്കുക. അവർക്ക് 3 മക്കളുണ്ട്. ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ ദേശം വിട്ട് ഓടാൻ ഭാഗത്തിന് നീ നിൽക്കുക. നിന്റെ മുൻപും പിൻപും എല്ലാം തകർന്നു, അടഞ്ഞുപോയി. ദൈവം എന്നോട് പറയുന്നു, പുതിയ തുടക്കങ്ങളെ ദൈവം തരുന്നു. പുതിയ തുടക്കങ്ങളെ ദൈവം തരുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു സ്വോത്ര കാഴ്ചയായിട്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റേ, പറഞ്ഞത് സത്യമാണ്. ഷാർജയിൽ ഞങ്ങൾക്കൊരു ബിസിനസ്സുണ്ട്, 40 എംപ്ലോയീസ് ഉണ്ട്. ആ ബിസിനസ് മൊത്തം പെൻഡിങ്ങായി. ഞങ്ങളുടെ ചെക്ക് ബൗൺസായി. അവിടെയൊക്കെ ചെക്ക് ബൗൺസായി കഴിഞ്ഞാൽ ജയിലിൽ പോകണം. എല്ലാം ബൗൺസായി. വീട്ടിനൊക്കെ തിരിക്കാൻ വയ്യ. ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ മാറി താമസിക്കുകയാണ്. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് തൊഴിലാളികൾ തെറിവാക്ക് പറയും. ജീവിതം അടുത്ത് മാത്രമേ ആത്മഹത്യ മാത്രമേ ഉള്ളൂ. കോവിഡിൻ്റെ സമയത്തൊക്കെ അവരെന്നെ വിളിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുകയുണ്ടായത് ഇങ്ങനെയാണ്, അവരുടെ ബിസിനസ്സുകൾ ദൈവം തുറന്നു. അവർക്ക് പുതിയ ഓപ്പണിങ്ങുകൾ ദൈവം തുറന്നു. ഷാർജയിലും ദുബായിലും അബുദാബിയിലും പുതിയ ബിസിനസ്സിൻ്റെ മേഖലകൾ അവർക്ക് തുറന്നു. കഴിഞ്ഞ ദിവസം ദുബായിലുള്ള ഏറ്റവും ബെസ്റ്റ് സലൂൺ, അവരുടെ സലൂണാണെന്ന് പറഞ്ഞ് അവർക്ക് അവാർഡ് ലഭിച്ചു. ഇന്ന് അവർക്ക് ഏകദേശം 6-ലധികം ഷോപ്പുകളുണ്ട്. പുതിയ ആർക്കിടെക്റ്റൽ പരമായിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. എന്തുകൊണ്ട്? ഒരു വിജയം മതി, നന്മകൾ ഓടിക്കയറും. നമുക്ക് ദർശനമില്ല, നമുക്ക് കാഴ്ചപ്പാടില്ല. ഇന്ന് പകൽ നമ്മുടെ ദർശനം വലുതാകട്ടെ. ഒരു ഫിലിസ്തീനെ തകർക്കുന്നത് ഒരുവന് തുല്യമല്ല, ഒരു രാജ്യത്തെ പിടിക്കുന്നത് തുല്യമാണ്. ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? ദൈവമേ, എനിക്ക് ചെറിയ യുദ്ധങ്ങൾ വേണ്ട, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വലിയ യുദ്ധങ്ങൾ വേണം. ശക്തന്മാർ ജയിച്ചു കയറിയതുപോലെ ഈ തലമുറയിൽ എനിക്ക് ജയിച്ചു കയറാ. അങ്ങനെ ജയിച്ചു കയറിയാലുണ്ടല്ലോ, വചനം പറയുന്നു, നിന്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയോ, നിന്റെ തലമുറ പണിയാത്ത ഭവനത്തിൽ പാർക്ക്, നിന്റെ തലമുറ വെട്ടാത്ത കിണറിൽ നിന്ന് ജലം കോരി കുടിക്കുക, നടാത്ത വൃക്ഷത്തിന്റെ മന്മ നീ അനുഭവിക്കുക. കാരണമെന്തോ?
ഇന്ന് പകൽ ചോദിക്കാൻ കഴിയുമോ, കർത്താവേ, രാജ്യങ്ങളെ എനിക്ക് അവകാശമാക്കിത്ത, പട്ടണങ്ങളെ എനിക്ക് അവകാശമാക്കിത്ത, യുദ്ധം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ചിലത് നമ്മുടെ കരത്തിൽ വരും. അർഹതയില്ലാത്ത ഭാവി വേണോ? അർഹതയില്ലാത്ത ശുശ്രൂഷ വേണോ? അർഹതയില്ലാത്ത ജീവിതം വേണോ? ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കുക, ജയിക്കാനുള്ള കൃപത, ജയിക്കാനുള്ളൊരു കൃപത. കണ്ണുകളെ മൂടിയാട്ടെ, ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുക. ദാവീദ് ചെയ്ത യുദ്ധത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. സബിംബാസ കൊണ്ട് നിങ്ങളുടെ യുദ്ധത്തെ ജയിക്കാൻ കഴിയില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മെ ജയാളിയാക്കാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ? ആ ദൈവത്തിൻ്റെ കരത്തിൽ ഒന്ന് മുറുകെ പിടിക്കാമോ? ദൈവത്തോട് പറ, ഈ കരത്തിൻ്റെ മേൽ നീ ഒന്ന് മുറുകെ പിടിക്കണേ. ഒന്ന് പറഞ്ഞാട്ടെ. ഒരുപക്ഷെ ആരാലും പരിഹരിക്കാൻ കഴിയാത്ത 100 വിഷയങ്ങൾ നിന്റെ കരത്തിൽ കാണും. ഒറ്റ പദം നീ പറ, ജയിക്കാൻ ഉള്ള കൃപത. നീ എത്ര ശ്രമിച്ചിട്ടും നീ രക്ഷപ്പെടാത്ത വ്യക്തിയായിരിക്കാം. എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തോട് പറ, ഒന്ന് എൻ്റെ കരത്തിൽ പിടിക്കണേ. മോശ പറഞ്ഞതുപോലെ ഒന്ന് പറയാമോ? അങ്ങ് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. ഈ കരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്ന് പിടിക്കുക. ആഴമേറിയ ദൈവത്തിൻ്റെ കരം തൊടുക. ദൈവാത്മാവിനോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ചിലത് വേഗത്തിൽ സംഭവിക്കും. കണ്ണുകൊണ്ട് ചില ദൈവപ്രവർത്തികൾ വേഗത്തിൽ സംഭവിക്കും. 2025 പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നിന്നെ തേടിയെത്തും. എഴുതിയിട്ടോ, പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നിന്നെ തേടിയെത്തും. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ ദൈവം തുടച്ചു മാറ്റും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ഫേവറുകൾ ആഴമായി വീഴും. മന്ന വന്നു വീഴുന്നത് പോലെ ദൈവത്തിൻ്റെ നന്മ നിന്റെ കൂടാരത്തിൽ വന്ന് വീഴും. അക്കരമുയർത്തി ഒന്ന് പിടിക്കുക. ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുന്ന, ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളോട് ആത്മാവ് ദൂത് കൈമാറുക. ഈ കരം നന്മ കൊണ്ട് നിറയും. ചില ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകളെ ദൈവം പൊട്ടിക്കും. ഒരിഞ്ച് പോലും ഉയരാൻ കഴിയാതെ കുരുക്കുന്ന ചില ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ ആത്മാവ് ഇന്ന് പകൽ യുദ്ധത്തെ ജയിച്ച വിജയത്തിൻ്റെ കിരീടം നിന്റെ ശിരസിൻ്റെ മേൽ വയ്ക്കുക.
ഈ പകൽ കൂട്ടമായ നന്മയുടെ വാതിലുകൾ നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, 14 കിലോമീറ്റർ ചുറ്റളവിനകത്തുനിന്ന് ഞാൻ ഈ ആലയത്തിനകത്ത് ചിലതിനെ കൊണ്ടുവരാൻ പോകുന്നു. ചിലതിനെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. ചിലത് തേടി വരാൻ പോകുന്നു. ആലയത്തിൻ്റെ ആരാധനയുടെ ശൈലി മാറാൻ പോകുന്നു. ആലയത്തിൻ്റെ സ്ഥിതികളുടെ ശൈലി മാറാൻ പോകുന്നു. ആലയത്തിൻ്റെ അതിരുകളെ ദൈവം മാറ്റാൻ പോകുന്നു. ആലയത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ പോകുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കരം ദാ വേഗത്തിൽ ചലിക്കുന്നു, വേഗത്തിൽ ചലിക്കുന്നു, വേഗത്തിൽ ചലിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്ന 3 വ്യക്തികളുടെ ശരീരത്തിനകത്തുനിന്ന് രോഗത്തിൻ്റെ മരണഭാഷകളെ ദൈവം അറുത്തുവിടുക. രോഗത്തിൻ്റെ കെട്ടിനെ ദൈവം അറുത്തുവിടുക. ഇതിനകത്തിരിക്കുമ്പോഴും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്ന ചിലതിൻ്റെ ശരീരത്തിനകത്ത് രോഗസൗഖ്യം വെളിപ്പെടുകയാണ്. അല്പസമയം കരമടിച്ചൊന്ന് ആരാധിച്ചാട്ട് എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നു ലേഖൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നു ലേഖൻ മാത്രമല്ലയോ. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലക്കിലേക്ക് നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലക്കിലേക്ക് നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേടു കണ്ടു സംശയിച്ചോ നിൽക്കാതെ ചാടി ഓടി പോകുവാൻ ബലം ധരിച്ചിടാം. കാടുമേടു കണ്ടു സംശയിച്ചോ നിൽക്കാതെ ചാടി ഓടി പോകുവാൻ ബലം ധരിച്ചിടാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോടി ഓട്ടം തികയ്ക്കാം. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം ഓടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം ഓടി ഓട്ടം തികയ്ക്കാം. ശരദാവരവര
ഇന്ന് പകൽ ചില യുദ്ധങ്ങൾ സാക്ഷാലുദയവൻ ചിലർക്ക് വേണ്ടി ചെയ്യുന്ന സ്വർഗീയ സൈന്യമിറങ്ങുന്ന അഗ്നിമയ രഥങ്ങളും കുതിരകളുമായി ദൈവിക ദൂതന്മാർ ഇറങ്ങി ചില ദുർഘടങ്ങളെ വഴിമാറ്റി താമ്രവാതിലുകൾ ഇടിച്ച ഇരുമ്പോടാമലുകളെ തകർത്ത അസാധാരണമായ ദൈവിക നിയോഗത്തിനകത്ത് ചിലവിനെ കൊണ്ടുവരുമാ ധീരമനം ദുരവൈടവനം ദുരവൈടവനം അർത്ഥമാന ധീരാധാര ധീരാധാര ധീരമാന ദുരവൈഷവനം ദുരവൈഷവനം ദുരഘടക ഭീകരഘടക ദുരവാരി വരവൈടവനം ദുര ഭീകമാന ദൂരം ധാരം ധാരമന ദുരവൈടവ ദുരവൈടവനം ദുരവൈടവനം ധാരാധാരി കാമാന ശാരാധാര ധീരോധാര ധീരവനം ദുര അർദ്ധുരവൈടവരകബേരി വരവൈടവനം ദുരവൈഷവരം ദ അർത്ഥമാന ധൂരാധാര ധാരാധാര ധാര ധീരധാര ധീര വൈഡമാനധാര അർത്ഥമാന ധൂരധാര ധാര 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 ശരാറുകൾ ഖമാന ദുരഘടക. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്തതിനായി നന്ദി. വിജയം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ചിലത് ആത്മാവിൽ വെളിപ്പെട്ടു വരുന്ന നാളുകളായി മാറട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ നിന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ, ദശാംശങ്ങളെ, വഴിപാടുകളെ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? തീർച്ചയായ വഴിപാടായി കൊണ്ടുവന്ന നന്മകൾ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും ടൈറ്റുകളും നിക്ഷേപിക്കാവുന്നതാണോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഇന്ന് പകൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങൾ നീ കാണുന്നു. ഇല്ലായ്മയുടെ നടുവിൽ ഞങ്ങൾ വിതയ്ക്കുകയാണ്. ദശാംശമായി, നേർച്ചയായി, വഴിപാടായി, സ്തോത്ര കാഴ്ചയായി, ഓഫ്ലൈനായി, ഓൺലൈനായി നിക്ഷേപിക്കുന്നവരെ നീ കാണുന്നു. 1000 മടങ്ങ് പ്രതിഫലം കൊടുക്കും. മഹത്വത്താൽ മൂടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഞങ്ങൾ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. ഒത്തിരി കോളുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രാർത്ഥനകൾ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ ഇൻ കേസ് നിങ്ങൾക്ക് കോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ എന്നാണ് ആ ദേശത്ത് വരുന്നത്, ഇവിടെ വരുന്നത്? ഞാൻ എല്ലാ ആഴ്ചകളിലും തിരുവനന്തപുരം പട്ടണത്തിലാണ് ഞങ്ങളുടെ ശുശ്രൂഷകൾ നടന്നു വരുന്നത്. നിങ്ങൾക്ക് രാവിലെ കടന്നു വരണമെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ 9:30 മുതൽ കാട്ടാക്കട തിരുവനന്തപുരം റോഡിന് മലയങ്കിട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അന്തിർക്കോണത്ത് ഞങ്ങളുടെ ആരാധനയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം പട്ടണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുണ്ടെങ്കിൽ എല്ലാ ആഴ്ചകളിലും, എല്ലാ ഞായറാഴ്ചകളിലും 2:30 മുതൽ 4 മണി വരെ ഇംഗ്ലീഷ് സർവീസും 4 മണി മുതൽ 4:30 വരെ മലയാളം സർവീസും പാളയത്തിനടുത്ത് ബിഷപ്പ് പെരേര ഹാളിനോട് സമീപത്തിരിക്കുന്ന മടത്തിൽ ടവേഴ്സിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ റെഡിയാണ്. നിങ്ങൾ കടന്നു വരിക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി കോളുകൾ വരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.